നമസ്കാരം. ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേവലം ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ ക്ഷമയുടെയും അതിലുപരി നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും ഉദാത്തമായ ഒരു മാതൃകയെക്കുറിച്ചാണ്. ഓസ്ട്രേലിയയുടെ മണ്ണിൽ നിന്ന് ഭാരതത്തിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ സാക്ഷ്യവുമായി കടന്നു വന്ന ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ്, നമ്മുടെ പ്രിയപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസ്. അദ്ദേഹത്തെക്കുറിച്ച് അറിയാമെന്നവർക്ക് വൈകാരികമായി മാത്രമേ ഈ സന്ദേശം കേൾക്കുവാൻ, ഈ സാക്ഷ്യപ്പെടുത്തൽ കേൾക്കുവാൻ കഴിയുകയുള്ളൂ. ഓസ്ട്രേലിയയുടെ സുരക്ഷിതമായ ആധുനിക സൗകര്യങ്ങളും കുടുംബത്തോടൊപ്പമുള്ള സ്വസ്ഥമായ ജീവിതവും ഉപേക്ഷിച്ച് 1965 ഒരു യുവാവ് ഭാരതത്തിലേക്ക് വിമാനം കയറി. ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. കൈവശമുണ്ടായിരുന്നത് കേവലം ഒരു ബൈബിൾ, അതിലുപരി ക്രിസ്തു പകർന്നു നൽകിയ അളവറ്റ സ്നേഹം. ഭാരതത്തിൻ്റെ ഉൾനാടുകളിലേക്ക് കടന്നു ചെന്ന അദ്ദേഹം തെരഞ്ഞെടുത്തത് ഒഡീഷയിലെ മയൂർഭഞ്ച് എന്ന ഗ്രാമത്തെയായിരുന്നു. നാഗരികതയുടെ വെളിച്ചമെത്താത്ത, ദാരിദ്ര്യവും അജ്ഞതയും കൊടുകുത്തി വാണിരുന്ന ആ കൊച്ചു ഗ്രാമത്തിൽ ഗ്രഹാം തൻ്റെ കൂടാരം പ്രാർത്ഥനയോടെ അടിച്ചുറപ്പിച്ചു. അവിടെ അദ്ദേഹം കണ്ടത് രോഗം കൊണ്ട് തളർന്ന ശരീരങ്ങളെയല്ല, മറിച്ച് മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട, അവിടെ കരങ്ങൾക്കൊരിക്കലും പ്രാപ്യമല്ലാതിരുന്ന ആത്മാക്കളെയായിരുന്നു. മിഷണറി പ്രവർത്തനങ്ങൾ എന്നാൽ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല എന്ന് അടിയുറച്ച് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ജനങ്ങളുടെ വേദനകളിൽ പങ്കുചേരുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നയം. ഓസ്ട്രേലിയയിലെ സുഖസൗകര്യങ്ങൾ മറന്ന് ഒരു സാധാരണ ഗ്രാമീണനെ പോലെ അദ്ദേഹം ആ മണ്ണിൽ ജീവിച്ചു. അവരുടെ ഭാഷ അദ്ദേഹം വേഗത്തിൽ പഠിച്ചു, അവരുടെ ഭക്ഷണം കഴിച്ചു, അവരുടെ ഒപ്പം നടന്നു, അവരുടെ ഒപ്പം ജീവിച്ചു 30-ലേറെ വർഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, 30-ലേറെ വർഷങ്ങൾ അദ്ദേഹം ആ ഗ്രാമത്തിൽ നിശബ്ദമായി പ്രവർത്തിച്ചു. ഈ കാലയളവിൽ അദ്ദേഹം അവിടെ ഒരു സുഹൃത്തായി, സഹോദരനായി, വഴികാട്ടിയായി, വൈദ്യനായി ഒക്കെ മാറുകയായിരുന്നു. ലാഭേച്ഛയില്ലാത്ത ആ പ്രവർത്തനങ്ങൾ മയൂർഭഞ്ചിൻ്റെ മണ്ണിൽ മാറ്റത്തിൻ്റെ വിത്തുകൾ പാകിത്തുടങ്ങി. അത് വെറുമൊരു മിഷണറിയുടെ വരവല്ലായിരുന്നു എന്ന് സാരം, മറിച്ച് സ്നേഹത്തിൻ്റെ ഒരു പുതിയ നൂറ്റാണ്ടിൻ്റെ തുടക്കമായിരുന്നു. അക്കാലത്ത് കുഷ്ഠരോഗം എന്നാൽ കേവലം ഒരു രോഗമായിരുന്നില്ല, അതൊരു ശാപമായി കണക്കാക്കപ്പെട്ടിരുന്നു. രോഗം ബാധിച്ചവരെ അവരുടെ കുടുംബാംഗങ്ങൾ പോലും പുറത്താക്കുന്ന ഒരു സാഹചര്യം. സമൂഹം അവരെ തൊട്ടുകൂടാത്തവരായി കണ്ടു. അവർക്ക് പാർക്കാൻ ഇടമില്ല, ഉണ്ണാൻ വകയില്ല. മരണത്തിന് മുൻപേ മരിച്ചു ജീവിക്കുന്ന ആ മനുഷ്യരുടെ ഇടയിലേക്ക് ഗ്രഹാം സ്റ്റെയിൻസ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടി, കുടുംബമായി. മയൂർഭഞ്ച് ലെപ്രസി മിഷനിൽ അദ്ദേഹം അക്ഷീണം പ്രവർത്തിച്ചു. തൻ്റെ നഗ്നമായ കൈകൾ കൊണ്ട് അദ്ദേഹം കുഷ്ഠരോഗികളുടെ മുറിവുകൾ കഴുകിക്കെട്ടി. ആ മുറിവുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയിരുന്ന പഴുപ്പിനേക്കാൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചത് രോഗികളുടെ കണ്ണിലെ നിസ്സഹായത. അവരെ തൊടാനും കെട്ടിപ്പിടിക്കാനും അദ്ദേഹം മടിച്ചില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം അദ്ദേഹം വാക്കുകളിലല്ല, പ്രവൃത്തിയിലായിരുന്നു കാണിച്ചത്. രോഗികൾക്ക് ചികിത്സ നൽകുന്നതോടൊപ്പം അവരെ അന്തസ്സോടെ ജീവിക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു. അവർക്കായി ചെറിയ തൊഴിലുകൾ കണ്ടെത്തി നൽകി. ആ തൊഴിലുകൾ അവരെ പഠിപ്പിച്ചു. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഓടിക്കപ്പെട്ടവർക്ക് ഗ്രഹാം സ്റ്റെയിൻസ് ഒരു വലിയ തണൽ മരമായി മാറി.
രോഗശാന്തി ലഭിച്ച പലരും അദ്ദേഹത്തെ ദൈവതുല്യനായി കണ്ടു. പക്ഷെ അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. പ്രിയരെ, പല രാത്രികളിലും വിശ്രമമില്ലാതെ അദ്ദേഹം ഗ്രാമങ്ങൾ തോറും നടന്നു. കാളവണ്ടിയിലും സൈക്കിളിലും സഞ്ചരിച്ച് അദ്ദേഹം രോഗികളെ അങ്ങോട്ട് പോയി കണ്ടെത്തി. മരുന്നും ആഹാരവും മാത്രമല്ല, മനുഷ്യനായി പരിഗണിക്കപ്പെടുക എന്ന വലിയ നീതിയാണ് സ്റ്റെയിൻസ് അവർക്ക് പകർന്നു നൽകിയത്. ആ സ്നേഹത്തിൻ്റെ തണുപ്പിൽ അനേകം ജീവിതങ്ങൾ തളർത്തു തുടങ്ങി. അദ്ദേഹം അവർക്ക് ശരിക്കും ഒരു കാവൽ മാലാഖയായി മാറുകയായിരുന്നു. ഒടുവിൽ ആ ഒരു ദിവസം 1999 ജനുവരി മാസം 22-ാം തീയതി ഒഡീഷയിലെ മനോഹർപൂർ എന്ന വനഗ്രാമത്തിൽ അന്ന് നല്ല തണുപ്പുള്ള ഒരു രാത്രി, അവിടെ നടക്കുന്ന വാർഷിക ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ എത്തിയതായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ 2 പിഞ്ചു മക്കളായ ഫിലിപ്പും തിമോത്തിയും. രാത്രി വൈകിയപ്പോൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ തങ്ങളുടെ പഴയ സ്റ്റേഷൻ വാഗൺ വീയിൽ തന്നെ ഉറങ്ങാൻ തീരുമാനിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ അരികിൽ ആ കൊച്ചു കുഞ്ഞുങ്ങൾ സമാധാനത്തോടെ, ഒരുപക്ഷെ പ്രാർത്ഥനയോടുകൂടെ ഉറങ്ങുവാൻ തുടങ്ങി. പുറത്താകെ വനത്തിൻ്റെ നിശബ്ദത മാത്രം. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു കൂട്ടം ആക്രമികൾ, സുവിശേഷ വിരോധികൾ ആയുധങ്ങളുമായി ആ വാഹനത്തെ വളഞ്ഞു. സ്നേഹത്തിൻ്റെ ഭാഷ മാത്രം അറിയുന്ന ആ മിഷണറിയെയും മക്കളെയും കാത്തിരുന്നത് പിന്നീട് ക്രൂരമായ ഒരു വിധി പ്രസ്താവന തന്നെയായിരുന്നു. അന്ധമായ പകയും തെറ്റിദ്ധാരണകളും ആൾക്കൂട്ടത്തെ മൃഗങ്ങളായി മാറ്റിയിരുന്നു. അവർ വണ്ടിക്ക് ചുറ്റും വിറകുകൾ അടുക്കി വെച്ചു എന്ന്, വണ്ടിയുടെ വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടിയെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അകത്ത് ഗ്രഹാമും മക്കളും ആഴത്തിലുള്ള ഉറക്കത്തിൽ. പെട്ടെന്നൊരു തീപ്പൊരി ആ വാഹനത്തിലേക്ക് പടർന്നു. നിമിഷ നേരം കൊണ്ട് ആ സ്റ്റേഷൻ വാഗൺ ഒരു അഗ്നിഗോളമായി മാറി. അഗ്നി ആളി പടരുമ്പോൾ ഭയന്നലറി ഉണർന്ന ആ പിതാവ് തൻ്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കാണും. പുറത്ത് കടക്കാൻ അദ്ദേഹം ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ടാകണം. പക്ഷെ പുറത്ത് ആയുധങ്ങളുമായി നിൽക്കുന്ന ആൾക്കൂട്ടം അവരെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല എന്നതായിരുന്നു വാസ്തവം. ആ വനഗ്രാമത്തിൻ്റെ ആകാശം ആ രാത്രിയിൽ നിലവിളികൾ കൊണ്ട് വിറങ്ങലിച്ചു. സ്നേഹത്തിൻ്റെ സുവിശേഷം അറിയിച്ചവർ അഗ്നിയിൽ ഹോമിക്കപ്പെട്ട ആ രാത്രി. ആളിപ്പടരുന്ന തീജ്വാലകളേക്കാൾ ഭീകരമായിരുന്നു ആ അക്രമികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കേട്ട ആ പിഞ്ചുകുട്ടികളുടെ രോദനം കല്ല് പോലെയുള്ള ഹൃദയങ്ങളെ പോലും അലിയിക്കേണ്ടതായിരുന്നു. 10 വയസ്സുകാരൻ ഫിലിപ്പും 6 വയസ്സുകാരൻ തിമോത്തിയും തങ്ങളുടെ അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് മരണത്തെ അഭിമുഖീകരിച്ചു. ആ പിതാവ് മക്കൾക്ക് നൽകാൻ ശ്രമിച്ച ആശ്വാസം ആ അഗ്നിയിൽ അലിഞ്ഞു ചേർന്നു. രക്ഷപ്പെടാൻ വേണ്ടി അവർ വണ്ടിയുടെ ജനാലയിലൂടെ പുറത്തു ചാടാൻ നോക്കിയപ്പോഴെല്ലാം അക്രമികൾ അവരെ തിരിച്ചടിച്ചു. കത്തുന്ന വണ്ടിക്കുള്ളിലേക്ക് തന്നെ ആ പിഞ്ചു ശരീരങ്ങൾ വീണ്ടും വീണ്ടും തള്ളപ്പെട്ടു. കരുണ എന്ന വാക്കിന് ആ രാത്രിയിൽ അവിടെ തെല്ലും പ്രസക്തിയില്ല. മിഷണറി പ്രവർത്തനങ്ങളോടുള്ള വെറുപ്പ് നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ ജീവൻ പോലും കവർന്നെടുത്തു. പ്രിയരെ, തീ കെട്ടടങ്ങിയപ്പോൾ അവശേഷിച്ചത് ചാരമായ ഒരു വാഹനവും തിരിച്ചറിയാൻ പോലും കഴിയാത്ത 3 മനുഷ്യ ശരീരങ്ങളും മാത്രം. ആ മൃതദേഹങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച നിലയിലായിരുന്നു എന്ന് പിന്നീട് സാക്ഷികൾ പലരും പറഞ്ഞ് പുറം ലോകം അറിഞ്ഞു.
മരണം പോലും ആ പിതാവിനെയും മക്കളെയും വേർപെടുത്തിയില്ല എന്ന് സാരം. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു വലിയ സുവിശേഷ അധ്യായം ആ രാത്രിയിൽ അവിടെ കത്തിയമർന്നു. മനോഹർപൂരിലെ മണ്ണ് ആ രക്തം ഏറ്റുവാങ്ങി. ആ വാർത്ത കേട്ട് ലോകം സ്തംഭിച്ചു നിന്നു. മനുഷ്യത്വം മരവിച്ചു പോയ ഒരു സംഭവമായി അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്രൂരതയ്ക്ക് ആ രാത്രി സാക്ഷ്യം വഹിച്ചു. പകയുടെ അഗ്നി സ്നേഹത്തിൻ്റെ വിളക്കിനെ കെടുത്താൻ ശ്രമിച്ച ഒരു കറുത്ത രാത്രി. അടുത്ത ദിവസം പുലർച്ചെ ഈ വാർത്ത പുറം ലോകം അറിഞ്ഞപ്പോൾ ഭാരതം തലതാഴ്ത്തി നിന്നു. സമാധാനത്തിൻ്റെയും അഹിംസയുടെ മണ്ണിൽ ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഒരു മിഷണറിയെയും അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കരായ മക്കളെയും ജീവനോടെ ചുട്ടുകൊന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ആ കാലങ്ങളിൽ വലിയ ചർച്ചയായി. എന്തിനായിരുന്നു ഈ കൊലപാതകം? സ്നേഹം പങ്കുവച്ചതിനോ? അതോ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് തുണയായി നിന്നതിനോ? ചോദ്യങ്ങൾ അനേകം ഉയർന്നു. മനുഷ്യസ്നേഹികൾ തെരുവിലിറങ്ങി. ഭരണകൂടങ്ങൾ പ്രതിക്കൂട്ടിലായി. അന്ധവിശ്വാസവും വിദ്വേഷവും മനുഷ്യനെ എത്രത്തോളം അന്ധനാക്കുമെന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ലായിരുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം മാത്രമല്ല, സന്നദ്ധ പ്രവർത്തകരും ഈ വാർത്തയിൽ വിറങ്ങലിച്ചു. മിഷണറി പ്രവർത്തനങ്ങൾ അപകടത്തിലാണെന്ന തോന്നൽ പലരിലും വല്ലാത്ത ഭയമുണ്ടാക്കി. ഒരുപക്ഷെ മിഷണറി പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ ചാരക്കൂനയിൽ നിന്ന് ഒരു വലിയ പാഠം ലോകം പഠിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മരണം കൊണ്ട് സ്റ്റെയിൻസിനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചവർക്ക് തെറ്റുപറ്റിയെന്ന് പിന്നീട് കാലം തെളിയിച്ചു. മയൂർഭഞ്ചിലെ കുഷ്ഠരോഗികൾ തങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റെയിൻസ് സഹോദരനായി കണ്ണുനീർ വാർത്തു. അവർക്ക് അനാഥരായ ഒരു പ്രതീതിയായിരുന്നു ആ കാലങ്ങളിൽ. പക്ഷെ ആ കുടുംബം നൽകാൻ പോകുന്ന മറുപടി അക്രമികൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പകയ്ക്ക് പകരം പക എന്ന ലോകക്രമത്തിന് പകരം സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഒരു പുതിയ ഭാഷ അവിടെ പിറവിയെടുക്കുകയായിരുന്നു. കാരണം ഈ ദാരുണമായ വാർത്ത കേട്ടപ്പോൾ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസും മകൾ എസ്റ്ററും തകർന്നു പോകേണ്ടതായിരുന്നു. തൻ്റെ ഭർത്താവിനെയും 2 ആൺമക്കളെയും നഷ്ടപ്പെട്ട ഒരു സ്ത്രീയിൽ നിന്ന് ലോകം പ്രതീക്ഷിച്ചത് നിലവിളിയും ആക്രോശങ്ങളുമായിരുന്നു. ഒരിക്കലും തീരാത്ത വിലാപങ്ങളായിരുന്നു. എന്നാൽ ഗ്ലാഡിസ് സ്റ്റെയിൻസ് ലോകത്തോട് പറഞ്ഞത് മറ്റൊരു സന്ദേശം: എനിക്കാരോടും പകയില്ല. എൻ്റെ ഭർത്താവിനെയും മക്കളെയും കൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു. പ്രിയരെ, ഈ വാക്കുകൾ കേട്ട് ലോകം സ്തംഭിച്ചു നിന്നു. ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ചിന്തിക്കാൻ പോലും ആകാത്ത മഹാമനസ്കതയായിരുന്നു അത്. ക്രിസ്തു തൻ്റെ ക്രൂശിൽ നിന്ന് പഠിപ്പിച്ച ആ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രായോഗിക രൂപമായിരുന്നു ആ വാക്കുകൾ. അക്രമികളെ അമ്പരിപ്പിച്ചതും അവരുടെ വെറുപ്പിനെ തോൽപ്പിച്ചതും ഈ ക്ഷമ തന്നെയായിരുന്നു. ഭർത്താവും മക്കളും മരിച്ച മണ്ണിൽ നിന്ന് അവർ ഓടിപ്പോയില്ല. പകരം അവശേഷിച്ച ഏക മകളുമായി അവർ അവിടെ തന്നെ ഭർത്താവ് അവസാനിപ്പിച്ച ആ സുവിശേഷം തുടർന്ന് ചെയ്തു. തൻ്റെ ഭർത്താവ് പാതി വഴി നിർത്തിയ കുഷ്ഠരോഗികളുടെ ശുശ്രൂഷയും അവർ ഏറ്റെടുത്തു. മനുഷ്യർക്ക് തെറ്റുപറ്റാം, എന്നാൽ സ്നേഹം കൊണ്ട് മാത്രമേ
അത് തിരുത്തുവാൻ കഴിയുമെന്ന് ഗ്ലാഡിസ് സ്റ്റെയിൻസ് മകൾ എസ്തർ തങ്ങളുടെ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചുകൊണ്ടേയിരുന്നു. വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് നേരിടുന്നതല്ല, മറിച്ച് ആ വെറുപ്പിനെ സ്നേഹം കൊണ്ട് കീഴടക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ മൂല്യമെന്ന് അവർ പിന്നീട് ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഗ്ലാഡിസ് സ്റ്റെയിൻസിൻ്റെ ഈ വ്യത്യസ്ത നിലപാട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതലായ വശമാണ്. ശത്രുക്കളെ സ്നേഹിക്കുവാനും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ അനുയായിയായി അവർ തന്നെയാണെന്ന് ആ മാതാവ് പിന്നീട് തെളിയിച്ചു. ഭാരത സർക്കാർ പിന്നീട് ഗ്ലാഡിസ് സ്റ്റെയിൻസിന് പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. പക്ഷെ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ അവർക്ക് ലഭിച്ച പ്രത്യേക സ്ഥാനമായിരുന്നു. സമയം സാക്ഷിയിലൂടെ നമ്മളിന്ന് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കഥ, ആ യഥാർത്ഥ സംഭവം ചർച്ച ചെയ്യുമ്പോൾ അത് കേവലം ഒരു ചരിത്രമല്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. പകരം അത് നമുക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പും പാഠവുമാണ്. വിദ്വേഷവും അക്രമവും ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ആയുധങ്ങൾ കൊണ്ട് ആശയങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ജീവിതം ഇന്നും നമ്മെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിൻ്റെ ആരോഗ്യരംഗങ്ങളിൽ മിഷണറിമാർ നൽകിയ സംഭാവനകളെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിച്ചു. അതിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ഗ്രഹാം സ്റ്റെയിൻസ് ഒഡീഷയിൽ ചെയ്തത്. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയല്ല അവർ സേവനം ചെയ്തത്. വേദനിക്കുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണുനീർ തുടയ്ക്കുക എന്നതായിരുന്നു അവരുടെ രാഷ്ട്രീയം. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നത് മതപരിവർത്തനത്തിനുള്ള ഉപകരണമല്ല, മറിച്ച് മനുഷ്യത്വത്തിൻ്റെ പ്രകാശമാണെന്ന് അവർ തെളിയിച്ചു. ഇന്നും ലോകം വിഭാഗീയതകൾക്ക് അടിമപ്പെടുമ്പോൾ, സുവിശേഷം പ്രതി അനേകർ വേദനകൾ സഹിക്കുമ്പോൾ, അനേകർ തടവിലാക്കപ്പെടുമ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ ഒന്നോർക്കണം. മനുഷ്യനെ ശത്രുവായി കാണുമ്പോൾ ഗ്രഹാം സ്റ്റെയിൻസും ഗ്ലാഡിസ് സ്റ്റെയിൻസും ഉയർത്തുന്ന മൂല്യങ്ങൾക്കാണ് അവിടെ പ്രസക്തിയെന്ന്. അക്രമത്തിന് പകരം സ്നേഹവും പകയ്ക്ക് പകരം ക്ഷമയും നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. ആ മിഷണറിമാർ കേരളത്തിലും ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലും നട്ടുവളർത്തിയ സ്നേഹത്തിൻ്റെ വിളക്കുകാലുകൾ അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് സുവിശേഷ തൽപരതകൾക്കുള്ള ഒരു വെല്ലുവിളിയാണ്. നമുക്ക് സ്നേഹിക്കാം, പ്രിയരെ, നമുക്ക് ക്ഷമിക്കാം, സേവിക്കാം. അക്രമത്തേക്കാൾ വലിയ ശക്തി ക്ഷമയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും മക്കളുടെയും സ്മരണയ്ക്ക് മുന്നിൽ എല്ലാ പ്രണാമവും അർപ്പിക്കുമ്പോൾ ലോകത്തിന് സ്നേഹത്തിൻ്റെ വെളിച്ചം പകരാൻ നമുക്ക് ഈ സമയം പ്രതിജ്ഞ ചെയ്യാമോ? ഓസ്ട്രേലിയയുടെ മണ്ണിൽ നിന്ന് ഭാരതത്തിൻ്റെ മണ്ണിൽ വന്ന ഇവിടെ എരിഞ്ഞടങ്ങിയ ആ സ്നേഹത്തിൻ്റെ ചരിത്രം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സമയം സാക്ഷി ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. സമയത്തിൻ്റെ കാലത്തിൻ്റെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.